പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ആനക്കുട്ടിയും അതിൻ്റെ അച്ഛനാനയും അമ്മയാനയും ഉണ്ടായിരുന്നു. അമ്മയാനയും കുഞ്ഞാനയും കൂടിയായിരുന്നു എപ്പോഴും പഴവർഗ്ഗങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്നിരുന്നത്. എന്നാൽ അച്ഛനാന എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇവർ കൊണ്ടുവന്നിട്ടുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ഒറ്റയ്ക്ക് തിന്നു തീർക്കും. കണ്ടോ? പാവം നമ്മുടെ കുഞ്ഞാനയും അമ്മയാനയും കൂടെ വീണ്ടും പഴങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇവർ കൊണ്ടുവരുന്ന പഴവർഗ്ഗങ്ങളൊക്കെ ആരാ കഴിക്കുന്നത്? ആ അച്ഛനാന അങ്ങ് ഒറ്റക്ക് തിന്നു തീർക്കും. അമ്മയാനക്കും കുഞ്ഞാനക്കും ഒന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ അമ്മയാനയും കുഞ്ഞാനയും ആ കാട്ടിൽ നിന്ന് നടന്ന് നടന്ന് വേറെ ഒരു കാട്ടിലേക്ക് പോയി. അച്ഛനാന രാത്രി വീട്ടിലേക്ക് വന്നിട്ട് ഇവരെ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ ആരെയും കണ്ടില്ല. അങ്ങനെ അച്ഛനാന അവരെ തിരഞ്ഞ് തിരഞ്ഞ് നടന്നു. അങ്ങനെ അച്ഛനാന അവരെ തിരഞ്ഞ് തിരഞ്ഞ് ഒരു കാട്ടിലെത്തി. അവിടെ കുറേ കരടികൾ അവർക്ക് വേണ്ട ഫുഡ് മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആര് കഴിച്ചു? നമ്മുടെ കൊമ്പനാന കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മറ്റു മൃഗങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഇതുപോലുള്ള പഴങ്ങളൊക്കെ കൊമ്പനാന ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി. പാവം അണ്ണാരക്കണ്ണിൻ്റെ കൂട്ടിൽ നിന്ന് പോലും കൊമ്പനാന പഴങ്ങൾ എടുത്തു കഴിക്കും. അങ്ങനെ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം കൂടി ഒത്തുചേർന്ന് ഇങ്ങനെ എന്താ ഇനിയിപ്പോൾ ചെയ്യുന്നത്, ഈ ആനയെ നമ്മൾ എന്താ ഇനി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടേ അവരങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ നിന്നും പുള്ളിമാൻ പറഞ്ഞു, ഇനി നമുക്ക് ആഹാരങ്ങളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഒക്കെ വീടിൻ്റെ അകത്ത് വെക്കാം. അപ്പം ഈ ആനക്ക് കാണില്ലല്ലോ, അപ്പം ആന കഴിക്കുകയില്ല. അങ്ങനെ നമുക്ക് ആനയുടെ ശല്യം ഉണ്ടാവുകയുമില്ല. ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അടുത്ത ദിവസം ആന കരടിക്കുട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ ആഹാരങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ആന എന്താ ചെയ്തെന്നറിയാമോ? കരടിക്കുട്ടൻ്റെ വീടെല്ലാം കേടുവരുത്തി. അങ്ങനെ അതെല്ലാം തല്ലി പൊളിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അണ്ണാറക്കണ്ണൻ്റെ വീട്ടിലേക്കും പോയി. അപ്പോൾ അണ്ണാറക്കണ്ണൻ്റെ വീട്ടിലാണെങ്കിലും നമ്മുടെ ബാക്കിയുള്ള മൃഗങ്ങളുടെ വീട്ടിലൊന്നും എന്തുണ്ടായിരുന്നില്ല? മുറ്റത്ത് പഴവർഗ്ഗങ്ങളും ആഹാരങ്ങളും ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും വീടുകൾ ആന ചവിട്ടിപ്പൊളിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ മൃഗങ്ങളെല്ലാവരും കൂടെ വീണ്ടും ഒത്തുചേർന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടും ഈ ആനയുടെ ശല്യത്തിൽ നിന്നും ഒരു മോചനവും നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആന വരുന്നുണ്ടായിരുന്നു. ആന പറഞ്ഞു, ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം എനിക്ക് കൊണ്ടുവരണം. ഞാൻ എൻ്റെ ഗുഹയുടെ മുന്നിൽ അങ്ങനെ നിൽക്കും. നിങ്ങൾ ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് പഴവർഗ്ഗങ്ങളും ആഹാരങ്ങളുമൊക്കെ എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു തരണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീടെല്ലാം തല്ലിപ്പൊളിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ ഓരോരോ ഭക്ഷണങ്ങളുമായിട്ട് ആനയുടെ വീട്ടിലേക്ക് പോവാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ആനയുടെ ഗുഹയുടെ മുന്നിൽ എല്ലാ മൃഗങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ തുടങ്ങി. ആന അതെല്ലാം എടുത്ത് ആനയുടെ ഗുഹയുടെ അകത്തേക്ക് കയറി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ആന എല്ലാ പഴവർഗ്ഗങ്ങളും കഴിച്ച് ആ ഗുഹയുടെ ഉള്ളിൽ അങ്ങനെ കിടന്നു ഉറങ്ങാൻ തുടങ്ങി. ഈ സമയം എന്താ മറ്റുള്ള മൃഗങ്ങൾ ചെയ്തതെന്നറിയാമോ? ഗുഹയുടെ വാതിൽ വലിയൊരു പാറക്കഷ്ണം എടുത്ത് അങ്ങ് അടച്ചു. അപ്പോൾ പാവം മൃഗങ്ങൾ വിചാരിച്ചു ആനക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. അടുത്ത ദിവസം രാവിലെ ആന പതിവ് പോലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. എന്നിട്ട് ഒരു തട്ടങ്ങ് വെച്ചുകൊടുത്തു. അതിന് മുൻപിലുണ്ടായിരുന്ന പാറക്കഷ്ണം പറന്നുപോയി. ആന നല്ല ശക്തിശാലിയല്ലേ. അങ്ങനെ ആന ആ പാറക്കഷ്ണം
നിഷ്പ്രയാസം തട്ടി നീക്കി. എന്നിട്ട് ഓരോ മൃഗങ്ങളുടെ വീട്ടിലേക്കും വന്ന് അവരുടെ പഴവർഗ്ഗങ്ങൾ വീണ്ടും കഴിക്കാൻ തുടങ്ങി. കണ്ടില്ലേ? അങ്ങനെ അവർ കൊണ്ടുവന്ന് വെച്ച എല്ലാ പഴവർഗ്ഗങ്ങളും ആനയുടെ ഗുഹയിലേക്ക് കൊണ്ടുവന്നു. കണ്ടില്ലേ? അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ സൂത്രശാലിയായിട്ടുള്ള മുയൽ എന്തു ചെയ്തെന്നറിയാമോ? ഈ പഴവർഗ്ഗങ്ങളിൽ വയറിന് അസുഖം വരുന്ന എന്തോ ഒന്ന് വച്ചു. ആന ആ പഴവർഗ്ഗങ്ങളെല്ലാം കഴിച്ചു ഗുഹയുടെ ഉള്ളിലേക്ക് കയറി. കയറിയതും ആനക്ക് വയറുവേദന വന്നു. ആന കരയാൻ തുടങ്ങി. ഭയങ്കര അലർച്ചയും ബഹളവുമായി. ആനക്ക് വയറിന് വേദന വന്നിട്ട് ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം ആനയുടെ അലർച്ച കേട്ട് വന്നിട്ടേ ആനയോട് ചോദിച്ചു, ആനച്ചേട്ടാ, കുറച്ച് പഴവർഗ്ഗങ്ങളും കൂടി തരട്ടെ. അപ്പോൾ ആന പറഞ്ഞു, അയ്യോ, എനിക്ക് ഇനി നിങ്ങളുടെ പഴവർഗ്ഗങ്ങളൊന്നും വേണ്ട. ഞാൻ ഇനി സ്വന്തമായിട്ട് പോയി പറിച്ച് കഴിച്ചോളാം. നിങ്ങൾ തന്ന പഴവർഗ്ഗങ്ങളിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വയറിന് ഇങ്ങനെ വേദനയാവുന്നത്. ഞാൻ നിങ്ങളോട് ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് തരണം. ഇതും പറഞ്ഞ് ആന വീണ്ടും കരയാൻ തുടങ്ങി. അങ്ങനെ എല്ലാ മൃഗങ്ങളുടെയും കൂടെ ഈ ആനയും സന്തോഷത്തോടു കൂടി സുഖമായി ജോലിയെടുത്ത് കാട്ടിനുള്ളിൽ അങ്ങനെ കഴിഞ്ഞു. കേട്ടോ? കഥ ഇഷ്ടപ്പെട്ടോ?